ഇറാൻ അമേരിക്ക വെടിനിർത്തലിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നാളെ ഇസ്ലാമാബാദിൽ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിന് ശേഷം നേറ്റോയിൽ നിന്നും പിന്മാറാൻ അമേരിക്ക ആലോചിക്കുന്നതായി വൈറ്റ് ഹൌസ് വക്താവ് അറിയിക്കുകയും ചെയ്തു. ലെബനോനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 254 പേർ കൊല്ലപ്പെട്ടു. ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഹെസ്ബുള്ളയും രംഗത്തെത്തി. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വന്നതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ ചർച്ചകൾ നടക്കും. പക്ഷേ ഈ ചർച്ചകൾ എന്തിലൊക്കെ നടക്കണമെന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ വലിയ അവ്യക്തത ഉള്ളതായി തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ പറയുന്നു. ഒപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല, അത് തുറക്കണം. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നു. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവ്, ഈ 2 ആഴ്ച എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. അതിനിടയിൽ ഈ ചർച്ച നടക്കാനുള്ളൊരു സാധ്യതകൾ, അത് സ്മൂത്തായി പോകാനുള്ളൊരു സാധ്യതകൾ എത്രത്തോളമാണ്? ഗുഡ് മോർണിംഗ് പ്രവിത. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വ്യാജന്മാരെ സൂക്ഷിക്കുക, ഇറാൻ ചർച്ചകളിൽ ഒരേ ഒരു കരാർ മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് സംബന്ധിച്ച് ഇത്തരം വ്യാജരേഖകളും കത്തുകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പ് ട്രംപ് കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ചകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വഞ്ചകരും അതുപോലെ തട്ടിപ്പുകാരുമാണ് ഇത്തരം 10 പോയിന്റ് നിർദ്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ US ഇറാൻ ചർച്ചകളുടെ അടിസ്ഥാനമെന്ന് അവകാശപ്പെട്ട പല കേന്ദ്രങ്ങളിൽ നിന്നും പല പട്ടികകളും പുറത്തു വരുന്നു. അതെല്ലാം ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതേസമയം ശനിയാഴ്ച പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വേദിയാകുന്ന US ഇറാൻ ചർച്ചകൾക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നേതൃത്വം നൽകുമെന്ന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. JD വാൻസിനോടൊപ്പം നേരത്തെ ചർച്ചകൾ നടത്തിയ സ്റ്റീവ് വിറ്റ്കോഫും ജാഡ് കുഷ്ണറും അമേരിക്കൻ സംഘത്തിലുണ്ടാകും. ശനിയാഴ്ച പ്രാദേശിക സമയം രാവിലെയാണ് ഇപ്പോൾ ഈ ചർച്ചകളുടെ ആദ്യഘട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഹംഗറിയിലായിരുന്ന JD വാൻസ് മടങ്ങുമ്പോൾ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ കരാർ ഒരു താൽക്കാലിക വെടിനിർത്തലും അത് മാത്രമല്ല തുടർ ചർച്ചയ്ക്കുള്ള ഒരു തുടക്കവുമാണ്. അമേരിക്ക നൽകുന്നത് സമാധാനമാണ്. പകരം ഇറാൻ നൽകേണ്ടത് കടലെടുക്കിന്റെ, അതായത് ഹോർമൂസ് കടലെടുക്കിന്റെ സുരക്ഷിതമായ പാതയാണ്. ഇറാൻ അത് ലംഘിച്ചാൽ ഈ കരാർ പാലിച്ച് മുന്നോട്ട് പോകാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാകില്ലെന്നും വാൻസ് പറയുന്നുണ്ട്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാലിൻ ലെവിറ്റും ഈ സമാനമായ രീതിയിൽ ഇന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. നിലവിൽ കരാർ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇറാൻ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസിൽ നിന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കയുമായിട്ടുള്ള വെടിനിർത്തൽ കരാറും ഈ സമാധാന ചർച്ചകളും ഒക്കെ അർത്ഥശൂന്യമാണെന്ന് പ്രഖ്യാപിച്ച് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ് വന്നിട്ടുണ്ട്. അതായത് 10 പോയിന്റ് നിർദ്ദേശങ്ങളിലെ പ്രധാന നിബന്ധനകൾ, അതായത് ഏതാണ്ട് 3ഓളം അമേരിക്ക ഇതിനോടകം ലംഘിച്ചു എന്നാണ് കാലിബാഫ് ആരോപിക്കുന്നത്. തുടക്കം മുതലേ ഈ ഡീലില് അവർ സംശയത്തോടാണ് കണ്ടിരുന്നത്. ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക വാഗ്ദാനങ്ങൾ ലംഘിച്ചിരിക്കുകയാണെന്നാണ് കാലിബാഫ് പറയുന്നത്. അമേരിക്കയുടെ ഈ സമാധാന നടപടികൾ, നീക്കങ്ങളെല്ലാം ഇത്തരം ഒരു നീക്കത്തിലൂടെ അട്ടിമറിച്ചതായിട്ട് അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ഇറാന്റെ ആരോപണങ്ങളെ രൂക്ഷമായി പരിഹസിക്കുകയായിരുന്നു JD വാൻസ്. അതായത് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കുന്നതിൽ ഇറാൻ സ്പീക്കർക്ക് പരിമിതികളുണ്ടെന്ന് താൻ സംശയിക്കുന്നതായിട്ട് വാൻസ് പരിഹസിക്കുകയും ചെയ്തു. സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകാത്ത കാര്യങ്ങളാണ് ഇറാൻ ഉന്നയിക്കുന്നതെന്നും പറഞ്ഞു. ലെബനനെ ഒരു കാരണവശാലും ഈ കരാറിൽ, വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വാൻസ് പറഞ്ഞു. അത് മാത്രമല്ല, ഇറാൻ തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കണമെന്ന് ട്രംപിന്റെ പ്രധാന നിബന്ധനകളിൽ ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പ്രവിത, കൃഷ്ണ. ശരി, എന്തായാലും നേറ്റോയിൽ നിന്ന് പോലും അമേരിക്ക വിട്ടുപോകും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നേറ്റോയിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറും ഒക്കെയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക നേറ്റോ എന്ന് പറയുന്ന സഖ്യത്തിൽ നിന്ന് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഹോർമൂസിൽ ഇപ്പോൾ ബദൽ ഗതാഗത മാർഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ എന്ന വാർത്തയും കൂടി വരുന്നുണ്ട്.